കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇഡിക്ക് മുന്നിൽ വീണ വിജയൻ തുടർച്ചയായിട്ട് ഹാജരാകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും പിണറായിയെ സത്യത്തിൽ വെട്ടിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നേതാക്കൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് കോടിയേരി ബാലകൃഷ്ണന്റേത്. അപ്പൊ മുൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ലഹരി കേസിൽ അകത്തായ സമയത്ത് ജയിലിലായപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞിരുന്നു. ഇപ്പോഴും പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും പാർട്ടിയെ നയിക്കുന്നത് ഒരുപക്ഷെ കോടിയേരി ആയിരുന്നുവെങ്കിൽ പാർട്ടി ഇത്രത്തോളം അധപ്പതിച്ചു പോകില്ലായിരുന്നു എന്നുള്ളൊരു വാദമുഖം ഉയർത്തുന്നവരുണ്ട്. ആ വാദമുഖം ഉയർത്തുന്നത് കോടിയേരി എല്ലാവർക്കും സ്വീകാര്യനാകുന്ന രീതിയിൽ പല കാര്യങ്ങളും തീരുമാനം എടുത്തത് കൊണ്ടാണ്. ഈ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് എതിർക്കാമെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നയപരമായിട്ടുള്ള ഡീലിംഗ് നടത്തുന്ന സമയത്ത് കോടിയേരി എത്രത്തോളം ശരിയായിരുന്നു എന്നുള്ളത് പോലും ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. എന്തായാലും അന്ന് പാർട്ടി സ്വീകരിച്ച അതേ നിലപാട് പിണറായി വിജയന്റെ കാര്യത്തിലും സ്വീകരിക്കണ്ടേ? അത് സ്വീകരിക്കാത്തതിൽ അമർഷമുണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ. എന്തായാലും പിണറായി വിജയന്റെ കാര്യത്തിലും ഇത് ആവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ഭൂരിഭാഗം പേരുടെയും ആവശ്യം എന്നുള്ളതാണ്.